നമസ്കാരം. ഉത്തരം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ ചോദ്യം ഇട്ടിട്ട് പതുക്കെ മുങ്ങാൻ പോവുകയാണ്. എന്തായാലും നിങ്ങൾ ഇത് ഗൗരവമായിട്ട് എടുക്കുക. ഈ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ കയറ്റുമതി പൂർണ്ണമായിട്ടും നിൽക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് 71 ലക്ഷം കോടി രൂപയോളമാണ് ഇന്ത്യയുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ടോട്ടൽ എക്സ്പോർട്ട് കയറ്റുമതി. അതായത് 824.9 ബില്യൺ ഡോളർ. ഇത് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ, രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ഏകദേശം 71 ലക്ഷം കോടി രൂപയുടെ കയറ്റുമതിയാണ് ഇന്ത്യ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024-25 വർഷത്തിൽ നടത്തിയത്. ഓക്കെ, ഇത് പൂർണ്ണമായിട്ടും നിലയ്ക്കുമോ? അതായത് ലോകരാജ്യങ്ങളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ ഉത്തരം പറയാൻ ശ്രമിക്കുക. ഞങ്ങളും മുക്കി മൂളിയ അങ്ങനെ ഒരു ഉത്തരം പറയാം. അതായത് അത് സംഭവിക്കാനുള്ള സാധ്യത, അതായത് വെളി രാജ്യങ്ങളെല്ലാം തകർന്നാൽ. ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് ജപ്പാൻ്റെ കടം. ഇപ്പോൾ ജപ്പാന് ഒരു രാജ്യവും അതുപോലെ തന്നെ ഒരു സാമ്പത്തിക ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും തന്നെ കടം കൊടുക്കുന്നില്ല. കാരണം അവരുടെ ഇന്ന് അവർക്ക് ജപ്പാൻ ഗവൺമെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇപ്പോൾ ആരും കടം കൊടുക്കുന്നില്ല. ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ മൊത്തം കടം, ജപ്പാൻ്റെ മൊത്തം കടം എന്ന് പറയുന്നത് 12 ലക്ഷം കോടി ഡോളറാണ്. ഏകദേശം കണക്കൂട്ടുമ്പോൾ 1000 ലക്ഷം കോടി രൂപ കടവേ. ജപ്പാൻ്റെ കടം 1000 ലക്ഷം കോടി രൂപ. ഒരു മയവും ഇല്ലെന്നുള്ള. അവരുടെ GDP ഏതാണ്ട് 4.1 ട്രില്യൺ ഡോളറാണ്. ഓക്കെ, അപ്പോൾ അത് സംഭവം അവരുടെ ഈ ഡെപ്റ്റ് ടു GDP റേഷ്യോ ഏകദേശം 292%. ഇത് 90% കൂടാൻ പാടില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഓക്കെ, ജപ്പാന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആരും കടം കൊടുക്കുന്നില്ല. ഇത് മലയാളികളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. മലയാളികൾ മനോരമയും ഏഷ്യാനെറ്റും ഒക്കെ കണ്ടും വായിച്ചും അങ്ങ് തൃപ്തി അടഞ്ഞിരിക്കുകയാണ്. ഓക്കെ, പക്ഷെ ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ. ആ യാഥാർത്ഥ്യങ്ങൾ അറിയണമെങ്കിൽ ഉത്തരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മറ്റു രാജ്യങ്ങളുടെ കാര്യമോ? ലോകത്തിൻ്റെ മൊത്തം കടം 28,000 ലക്ഷം കോടി രൂപയിലധികമായി. അതുപോലെ തന്നെ GDP ഏകദേശം 9,500 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ ലോകരാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു GDP റേഷ്യോ 328%. ഓക്കെ, ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ഞങ്ങൾ ഉത്തരം ചാനലിൽ മാത്രമാണ് ഇത് പറയുകയും കാണുകയും ചെയ്യുന്നത്. ഈ വീഡിയോ എത്ര പേര് കാണും? ഏറിപ്പോയാൽ 1000 പേര് കാണും. അപ്പം മലയാളികൾ പ്രായോഗികമായിട്ട് ഇതൊന്നും അറിയുന്നില്ല. ഇവരുടെയൊക്കെ വിചാരം പിണറായി വിജയൻ ഗവൺമെൻറ്റിന് എല്ലാ കാലവും കടം കിട്ടുമെന്നാണ്. കടമെടുത്താണ് ശമ്പളം കൊടുക്കുന്ന ഓരോ മാസവും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആർക്കും അതിനകത്ത് ഒരു അഭിമാനക്ഷതവും ഇല്ല. കൊടുക്കുന്നവർക്കും വാങ്ങിക്കുന്നവർക്കും കാണുന്നവർക്കും ഒന്നും ഒരു അഭിമാനക്ഷതവും ഇല്ല. ഇത് പണ്ടേ ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതലേ ഞങ്ങൾ ഈ കടമെടുത്താണ് ജീവിക്കുന്നത്. അങ്ങനൊരു അതൊന്നും പ്രശ്നമല്ല. ഞങ്ങൾക്ക് കുളിരുന്നില്ലെന്ന്. കാര്യം ഞങ്ങൾ വെള്ളത്തിൽ വീണാണ് ജനിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുളിർമയില്ല.
എന്തായാലും ഈ പിണറായി വിജയൻ ഗവൺമെൻറ് കടമെടുത്ത് ശമ്പളം കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടുത്തെ മലയാളികൾ ഈ ഒരു വിഷയം, അതായത് 71 ലക്ഷം കോടി രൂപയുടെ കയറ്റുമതി നിന്ന് പോയാൽ എന്ത് പറ്റും എന്നുള്ളത് മലയാളി ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ് പറയാം. പിണറായി വിജയൻ മാസാമാസം കടമെടുത്ത് ശമ്പളം കൃത്യമായിട്ട് അങ്ങ് കൊടുക്കുന്നുണ്ടാണ്. അപ്പം ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിന് കടം കിട്ടാത്ത അവസ്ഥ വരുമോ? അതാണ് ഞങ്ങളുടെ ചോദ്യം. ജപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘനഗംഭീരമായ രാജ്യമായിരുന്നു. ഇതിനേക്കാൾ വലിയ സാമ്പത്തിക പരിഷ്കാരമൊക്കെ നടത്തിയ ലോകം കീഴടക്കിയ രാജ്യമാണ് ജപ്പാൻ. ഈ മണി ഡീവാലുവേഷൻ ചെയ്ത് കയറ്റുമതി വർദ്ധിപ്പിച്ച് ആണ് ജപ്പാൻ ആളായത്. അല്ലാതെ ഈ മണി ഡിവാലുവേഷൻ എന്ന് പറഞ്ഞാൽ മൻമോഹൻ സിംഗിൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല, അത് ജപ്പാൻകാർ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇവിടെ കിടന്ന് കളിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്. ഓക്കെ, പക്ഷെ സംഭവം ഇതാണ്, ജപ്പാന് കടം കിട്ടാതായി ഇരിക്കുന്നു. അതുപോലെ വേറൊരു രാജ്യമുണ്ട് ഗ്രീസ്, അത് 4-5 വർഷമായിട്ട് ആ ഗതിയിലാണ്. ഒരു രാജ്യവും കടം കൊടുക്കുന്നത്, ആരും കടം കൊടുക്കുന്നില്ല. ഇതുകൂടാതെ ഏകദേശം മൊത്തം ഏതാണ്ട് 34 രാജ്യങ്ങളിൽ കൂടുതൽ സമ്പദ്ഘടന സമ്പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഒന്നിൽ കടം കൂടി, അതല്ലെങ്കിൽ ആ കടം കൂടിയ കൂട്ടത്തിൽ നമ്മുടെ അമേരിക്കയും ഉണ്ട് കേട്ടോ. $37.3 ട്രില്യൺ. ഓക്കെ, അമേരിക്കയുടെ കടം. പിന്നെ വേറെ ഒരുപാട് രാജ്യങ്ങളിൽ ഈ ഇൻഫ്ലേഷൻ കൂടിയിട്ട് ഹൈപ്പർ ഇൻഫ്ലേഷനായി. വെനിസുല, അർജൻറ്റീന, അങ്ങനെയൊക്കെയുള്ള കുറേ രാജ്യങ്ങളിൽ ഈ ഇൻഫ്ലേഷൻ കൂടിയിട്ട് ഹൈപ്പർ ഇൻഫ്ലേഷനായി. അവിടെയും സമ്പൂർണ്ണമായിട്ടും ഈ ഇതൊക്കെ തകർന്നുപോയി, സമ്പദ്ഘടന തകർന്നുപോയി. അതായത് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഇതാണ്, ലോകത്ത് 5000 കൊല്ലമായിട്ട് നിലനിൽക്കുന്ന ഈ മണി ബേസ്ഡ് സിസ്റ്റം, കറൻസി ബേസ്ഡ് സിസ്റ്റം, പണം അടിസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്റം അശാസ്ത്രീയമാണ്. അത് തകർന്നു കഴിഞ്ഞു, സമ്പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു. കാരണം ലോകത്തിൻ്റെ ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് 328%. അത് 90% കടക്കാൻ പാടില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വയ്പ്. ഇന്ത്യയുടേത് 93.11%. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ 93.11%. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഓരോ ദിവസവും 0.01% വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 6-7 മാസത്തിന് മുമ്പ് ഇന്ത്യയുടെ ഡെപ്റ്റ് ടു GDP റേഷ്യോ 98% കൂടുതലായപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് വിദേശ നാണ്യ ശേഖരം വിറ്റഴിച്ച് അത് 91% കുറച്ചിരുന്നു. പക്ഷേ അത് പടിപടിയായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടം കൂടുന്ന സ്പീഡ് GDP വർധനവിൽ ഇല്ല. GDP വർദ്ധിക്കുന്ന സ്പീഡിനേക്കാൾ വലിയ സ്പീഡിലാണ് കടം കയറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡെപ്റ്റ് ടു GDP റേഷ്യോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അതാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ ഏറ്റവും വലിയ അളവുകോലെന്ന് പറയുന്നത്, മാനദണ്ഡം, ക്രൈറ്റീരിയ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അത് ഈ ഡെപ്റ്റ് ടു GDP റേഷ്യോ ലോകരാജ്യങ്ങളുടെ മൊത്തം, ലോകത്തിൻ്റെ മനുഷ്യവംശത്തിൻ്റെ ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് 328%. അതിലധികമായി. കാരണം ഇത് 2024 ഒക്കെ കണക്കാണ് ഈ പറഞ്ഞത്. ബാക്കിയെല്ലാം ലേറ്റസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അമേരിക്കൻ തകർന്നു. കാര്യം അമേരിക്കയുടെ 124% ഡെപ്റ്റ് ടു GDP റേഷ്യോ. അപ്പോൾ ഇത് പരിഹാരം ലോകത്തൊരാൾക്ക് അറിഞ്ഞുകൂടാ. സത്യം പറയാണ്, ഒരാൾക്കും അറിഞ്ഞൂടാ എന്തോ ചെയ്യണമെന്ന്. കടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ കടം കൂടുന്ന സ്പീഡ് റോക്കറ്റിൻ്റെ സ്പീഡിലാണെങ്കിൽ
ജി ഡി പി ഉയരുന്നത് സൈക്കിളിൻ്റെ സ്പീഡിലാണ്. അതേ ഉള്ളൂ വ്യത്യാസം, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതൊന്നും മലയാളി ചിന്തിക്കുകയില്ല, പറയുകയില്ല, ഒന്നുമില്ല. ഓക്കെ, അങ്ങനെ ഇടുന്നാൽ പറ്റത്തില്ല. കാരണം ഞങ്ങളുടെ ചോദ്യം ഇതാണ്, ഈ ലോകരാജ്യങ്ങളെല്ലാം തകരുകയാണ്. ഓക്കെ, അപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ തകർന്നാൽ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്താൽ പൈസ കിട്ടുമോ? ചോദ്യമാണ്. നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചോളൂ. കാര്യം നിങ്ങൾ മലയാളികൾ എല്ലാവരും ഭയങ്കര ബുദ്ധിമാന്മാരാണ്. ഓക്കെ, ആ ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദ്യമാണ്. ആ ചോദ്യവും ഞങ്ങൾ നിങ്ങൾക്ക് ഇട്ട് തരുന്നു. ഉത്തരം പറഞ്ഞോളൂ, എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഏറിപ്പോയാൽ ഈ വീഡിയോ 1000 പേര് പോലും കാണത്തില്ല. കാരണം ആർക്കും ഇത് സമയമില്ല, ഭയങ്കര ബിസിയാണ് മലയാളികൾ. എന്തുവാ, അല്ല ബാങ്കിലെ EMI അടയ്ക്കണം, അത് അടയ്ക്കണം, ഇത് അടയ്ക്കണം, അതൊക്കെ തന്നെ ബിസി. അല്ല ആരും ഒന്നും സംഭവിക്കുന്നില്ല ഇവിടെ കേരളത്തിൽ. പിണറായി വിജയൻ ഗവൺമെൻറ് നമ്മുടെ ബാലഗോപാലിന് കടം എവിടുന്ന് എടുക്കും? ഈ ബാലഗോപാലിന് പുതിയ ഒരു പേര് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, കടമെടുക്കുന്ന മന്ത്രി. ധനകാര്യമന്ത്രിയല്ല, കാര്യം കടമെടുക്കുന്ന മന്ത്രി. ഓക്കെ, ഇത് ഈ അവസ്ഥ നിൽക്കുമോ? പിണറായി വിജയൻ ഗവൺമെൻറ്റിന് കടം കിട്ടുന്ന അവസ്ഥ നിൽക്കുമോ? ജപ്പാനിൽ നിന്നു, ഗ്രീസിന് നിന്നു, അങ്ങനെ ലോകം മുഴുക്കെ അങ്ങനെ നിന്നു. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം തകരുമ്പോൾ ഇന്ത്യ കയറ്റുമതി ചെയ്താൽ, ഇവിടെ കണക്ക് കൂട്ടി വെച്ചൊക്കെയാണ്, 71 ലക്ഷം കോടി രൂപയിലധികം രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് 2024-25 ഇന്ത്യ കയറ്റുമതി ചെയ്തത്. ആ പണം കിട്ടുമോ? ലോക രാജ്യങ്ങളെല്ലാം തകർന്ന പിന്നെ ആരുടെ കയ്യിൽ, ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഈ കയറ്റുമതി ചെയ്ത സാധനത്തിന് എങ്ങനെ കാശ് കിട്ടും? അതാണ് ഞങ്ങളുടെ ചോദ്യം. അത് തന്നെ ചെറിയ എമൗണ്ടൊന്നുമല്ല, 71 ലക്ഷം കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഏകദേശം ഒരു വർഷം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ ഈ 71 ലക്ഷം കോടി രൂപയുടെ സാധനം കൊടുത്തിട്ട് പൈസ കിട്ടിയില്ലെങ്കിൽ എന്തോ പറ്റും? നിങ്ങൾ ചിന്തിക്കുക. മലയാളികൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. പക്ഷെ അത് ആ ബുദ്ധി ഉപയോഗിക്കണം. അപ്പോൾ ഈ ചോദ്യം ഞങ്ങളെ ചോദിക്കുന്നു. ഞങ്ങളൊന്നും ഉത്തരം പറയുന്നില്ല, വെറുതെ ഉത്തരം പറഞ്ഞ് ഞങ്ങൾ സമയം കളയുന്നില്ല. കാരണം ഇതൊന്നും ആരും കാണത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് സംഭവം മലയാളികൾക്കുള്ള ചോദ്യമാണ്. ഉത്തരം നിങ്ങൾ തന്നെ പറ, നിങ്ങൾ ബുദ്ധിമാന്മാരാണ്. ഈ വിഷയം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരാൾ ചിന്തിച്ചിട്ടുണ്ടോ? സമയമില്ല. എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് ഇയാൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വിലയിരുത്തുന്നത്, ഇതാണ് ഏറ്റവും വലിയ ജോലി, ഏറ്റവും വലിയ കർമ്മം. ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും ഒരു 3-4 കൊച്ചുങ്ങളും ഉള്ള ഒരു കുടുംബം നോക്കി കുട്ടികളെ വളർത്തി പഠിപ്പിച്ച് ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത് ഏതാണ്ട് വലിയ മഹാകാര്യം പോലാണ് ഓരോരുത്തരൊക്കെ ചിന്തിക്കുന്നത്. നിങ്ങൾ അത് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് നിങ്ങൾ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഉത്തരം ചാനൽ ഇടുന്ന മാർക്ക് വെറും 10% മാത്രമാണ്. സ്വാമി വിവേകാനന്ദ പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ ഓർക്കുന്നു. അതായത് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവൻ ശവമാണ്, ചത്തുപോയവനാണ് എന്നാണ് സ്വാമി വിവേകാനന്ദ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞതല്ല കേട്ടോ. നിങ്ങളെ ശവം എന്ന് വിളിച്ചതിൻ്റെ ഉത്തരവാദിത്തം മുഴുക്ക സ്വാമി വിവേകാനന്ദനാണ്. ഞങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വമൊന്നുമില്ല. സമൂഹ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവൻ. ഇപ്പോൾ വേറൊരു സംഭവം പറയാം.
ശ്രീ വി സാംബശിവൻ്റെ വിലയ്ക്ക് വാങ്ങാമെന്ന് പറയുന്ന കഥയിൽ കിരണൻ എന്ന് പറയുന്ന കഥാപാത്രം പറയുന്ന ഒരു കാര്യമുണ്ട്. ദീപാങ്കരന് ജോലി കിട്ടി. അപ്പോൾ പറഞ്ഞതാ, എടാ നിൻ്റെ ജീവിതം ഈ ഗവൺമെൻറ് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, ഇനി നീ കല്യാണം കഴിക്കും. ഓക്കെ, കല്യാണം കഴിച്ച് ഓരോ വർഷവും ഓരോ സുരേഷ് കുമാറിനെയും സന്തോഷ് കുമാറിനെയും ഒക്കെ കൊണ്ടുവന്ന് തരും. അങ്ങനെ 10-15 കൊല്ലം ആകുമ്പോൾ 10-25 സുരേഷ് കുമാറും സന്തോഷ് കുമാറും ഒക്കെ ആയി. ഇതെല്ലാം കൂടെ കെട്ടി വലിച്ച് എവിടെ വീണെങ്കിലും ചാവും ഒരിക്കൽ. അതല്ലടാ ജീവിതം. കിരണൻ പറയുകയാണ് ദീപാങ്കരനോട്. മറിച്ച് രാജ്യത്തിന് വേണ്ടി ജീവിക്കണം, സമൂഹത്തിന് വേണ്ടി ജീവിക്കണം. അങ്ങനെയുള്ളവരാണ് ജീവിക്കുന്നത്, അങ്ങനെയുള്ളവരാണ് ജനിച്ചവൻ. ഓക്കെ, അപ്പൊ അതുപോലെ നിങ്ങൾ ഈ പറഞ്ഞ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നതാണെങ്കിൽ അതിന് വലിയ 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 മൂല്യമൊന്നും കൽപ്പിക്കണ്ട. രാജ്യത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ചിന്തിക്കുകയും സമയം ചെലവാക്കുകയും ഊർജം ചെലവാക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നായകന്മാർ. ബാക്കിയുള്ളവരൊക്കെ വല്ല കുന്തം പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരൊക്കെയാണ് ലോകത്തിൽ. അപ്പം ഞങ്ങൾ ഈ സമയം ചെലവാക്കുന്നത് ഒക്കെ മൂല്യം കൂടുതലുള്ള കർമ്മങ്ങളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തായാലും അപ്പോൾ എൻ്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. കയറ്റുമതി 71 ലക്ഷം കോടി രൂപയുടെ കയറ്റുമതി ചെയ്തിട്ട് 1 രൂപ പോലും കിട്ടാത്ത അവസ്ഥ ഇന്ത്യക്ക് വന്നാൽ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് കടം കിട്ടുമോ? പിണറായി വിജയൻ ഗവൺമെൻറ്റിന് കടം കിട്ടിയില്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടത്തില്ല. എന്നാൽ തന്നെയും അവർ ചിലവാക്കുന്ന പണം വേണം ബാക്കിയുള്ളവർക്ക്. ഇപ്പോൾ പലചരക്ക് കടയിൽ തന്നെ അവർ കൊണ്ടുവന്ന് മാസം കൊടുക്കുന്നെങ്കിൽ പലചരക്ക് കടക്കാരൻ ജീവിക്കത്തുള്ളൂ. അങ്ങനെ ആ പലചരക്ക് കടക്കാരൻ കൊടുക്കുന്ന കാശിൽ നിന്ന് വേണം ഈ ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യുന്ന കൃഷിക്കാർക്ക് കിട്ടാൻ. അങ്ങനെ ആ ചെയിൻ മുഴുക്കെ അങ്ങ് പോവും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ. ഇതിനിടയ്ക്ക് എൻ്റെ ഒരു ബന്ധു, അതായത് പുള്ളി റിട്ടയർഡ് എഞ്ചിനീയറാണ്, പുള്ളി പറഞ്ഞതെന്ന് പറയാം, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ എന്താ അവർക്ക് കൈക്കൂലി കിട്ടുമല്ലോ എന്ന്. ഇതത്രേ ഉള്ളു മലയാളി. അങ്ങനെയുള്ള മലയാളിക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ ചോദ്യം നിങ്ങളുടെ മുമ്പിലോട്ട് ഇട്ടിട്ട് ഞങ്ങൾ തടി തപ്പിയാണ്. എന്തായാലും ചിന്തിക്കാൻ കഴിവുള്ളവരാണ് മലയാളികൾ, ബുദ്ധി ഉപയോഗിക്കുക. അപ്പോൾ ഇതിനൊരു വേ ഔട്ട് വേണം. പോയി ലോകം തകർന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത് ഈ 5000 കൊല്ലമായിട്ട് നിലനിൽക്കുന്ന കറൻസി ബേസ്ഡ് സിസ്റ്റം അശാസ്ത്രീയമാണ്. പകരം ഒന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. പറ്റുമോ? ഞങ്ങൾ കണ്ടുപിടിച്ച് ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ സാമ്പത്തിക വിദഗ്ധരൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ മലയാളി ഗണ്യമായ രീതിയിൽ അത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മലയാളിയെ വെല്ലുവിളിക്കുകയാണ്. ഈ 71 ലക്ഷം കോടി രൂപയുടെ കയറ്റുമതിയുടെ പണം നിങ്ങൾക്ക് ഇന്ത്യക്ക് കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കേരളത്തിലെ ഗവൺമെന്റിന് കടം കിട്ടിയില്ലെങ്കിൽ എന്താണ് കേരളത്തിൽ വരാൻ പോകുന്നത്? അതിൻ്റെയൊക്കെ ഉത്തരവൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഈ പറഞ്ഞതൊക്കെ യൂട്യൂബിന് ഒരുപാട് നിയമങ്ങളുണ്ട്, അതൊക്കെ വയലേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം വരും. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഞാൻ ഇവിടെ ഇത് നിർത്തുന്നു. ചോദ്യം അവശേഷിക്കുന്നു, നിലനിൽക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഉത്തരം ചാനൽ ജനങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മറുപടി ഇടുക. ഞങ്ങൾ കറൻസി രഹിത വ്യവസ്ഥയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊന്നും ആർക്കും വേണ്ട.
സാമ്പത്തിക വിദഗ്ധരൊക്കെ, അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് നിസ്സാരനായ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വീഡിയോസ് 2 ഉണ്ട്, യൂട്യൂബിലുണ്ട്. ലോജിക് ബുള്ളറ്റിൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി. ഞാനാണ് പറയുന്നത്, ഞാനാണ് നിങ്ങൾ മലയാളികളോട് ചോദ്യം ചോദിക്കുന്നത്. ഈ കയറ്റുമതിയുടെ പണം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ ഇന്ത്യ രാജ്യം മുന്നോട്ട് പോകും? അതായത് കുറച്ചുകൂടി മറ്റൊരു രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ, ലോകം മുഴുവൻ തകർന്നാൽ ഇന്ത്യക്ക് ഒറ്റയ്ക്ക് മുമ്പോട്ട് പോകാൻ ഒക്കുമോ? ഒരുപാട് സാമ്പത്തിക വിദഗ്ധന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരിക, ഞാൻ അതൊന്നും പറയുന്നില്ല. കാരണം ഈ യൂട്യൂബിൻ്റെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാം പറയും. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരു 40 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാനുള്ള വിഷയങ്ങൾ എൻ്റെ ഈ മനസ്സിനകത്തുണ്ട്. പക്ഷെ അത് 99% പലതരത്തിലുള്ള ലീഗൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് അതൊന്നും പറയുന്നില്ല. ഒരുപാടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ് ഉത്തരം ചാനലിലൂടെ നിങ്ങൾ കാണുന്നത്. ഓക്കെ, വലിയ ചോദ്യങ്ങളും വലിയ ഉത്തരങ്ങളും ഉണ്ട്. എനിവേ, ഇത്രയും എന്നെ ബോറടിപ്പിക്കുന്ന ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ഭുതമാണ്. എന്തായാലും കണ്ടവർക്കെല്ലാം ഈശ്വരൻ്റെ കൃപയുണ്ടാവട്ടെ, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് ഞാനിവിടെ ചോദ്യങ്ങളുടെ എണ്ണം ഇവിടെ നിർത്തുന്നു. തൽക്കാലം ഗുഡ് ബൈ. താങ്ക് യു. നമസ്കാരം.